സീറ്റ ട്യൂഷൻ ആൻഡ് PSC എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മക്കൾക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ക്ലാസ് 9 ചാപ്റ്റർ 1 റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് ആണ്. അതിന്റെ പാർട്ട് 1 ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. എന്താണ് ലൈറ്റ്? മിക്കവരും ആലോചിക്കുന്നുണ്ടായിരിക്കും, എന്താണ് ലൈറ്റ്? ആഹാ, ആലോചിക്കുമ്പോൾ ഒന്നും കിട്ടുന്നില്ല അല്ലേ? എന്താണ് ലൈറ്റ്? ആർക്കെങ്കിലും ഉത്തരവുണ്ടോ? നമുക്ക് അതിനെ കറക്റ്റ് ഡെഫിനിഷനിൽ ഒന്ന് പറഞ്ഞു നോക്കിയാലോ. ലൈറ്റ് ഇസ് എ ഫോം ഓഫ് എനർജി ദാറ്റ് ഹെൽപ്സ് us to see objects. ലൈറ്റ് എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള എനർജി മാത്രമാണ്. ആ എനർജി ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ കാണാൻ ഉപയോഗിക്കുന്നത്. ആ എനർജി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വ്യക്തമായ ഒരു സംഭവത്തെ കാണാനും സാധിക്കുള്ളൂ. ലൈറ്റ് ഒരു ഒബ്ജക്റ്റിൽ വന്ന് തട്ടി ആ തട്ടിയിട്ടുള്ള റിഫ്ലക്ഷൻ നമ്മുടെ കണ്ണിലേക്ക് വരുമ്പോൾ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. അല്ലാത്ത പക്ഷം നമുക്ക് എന്തെങ്കിലും കാണാൻ സാധിക്കുമോ? ഇല്ല, കാണാൻ സാധിക്കില്ല. അപ്പം ലൈറ്റ് എന്താണ്? ലൈറ്റ് ഈസ് എ ഫോം ഓഫ് എനർജി ദാറ്റ് ഹെൽപ്സ് us to see objects. ഓക്കെ, അതൊരു ഫോം ഓഫ് എനർജി ആണ്. ആ ഒരു എനർജിയാണ് നമ്മുടെ കണ്ണിലേക്ക് തട്ടി അത് നമുക്ക് എന്ത് തരത്തിലുള്ള ഒബ്ജക്റ്റ് ആയാലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ ഓക്കെ, അപ്പൊ ലൈറ്റ് എന്താണെന്നുള്ള മെയിൻ ആയിട്ടുള്ള ഒരു പോയിന്റ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, അടുത്ത് we see an object when light reflected from it enters our eyes. അതായത് നേരത്തെ പറഞ്ഞ സെയിം പോയിന്റ് ആണ്. ഒരു ഒബ്ജക്റ്റിൽ വന്ന് ലൈറ്റ് തട്ടിയിട്ട് അത് നമ്മുടെ കണ്ണിലോട്ട് തിരിച്ചു വരുമ്പോൾ മാത്രമേ നമുക്ക് ആ ഒബ്ജക്റ്റ് കാണാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, എന്താണ് ലൈറ്റ് എന്ന് പറഞ്ഞു? നമ്മുടെ മെയിൻ ആയിട്ടുള്ള ലൈറ്റിന്റെ സോഴ്സ് എന്താണ്? അതൊന്ന് പറയാം. നമ്മുടെ മെയിൻ ആയിട്ടുള്ള ലൈറ്റിന്റെ സോഴ്സ് ആണ് സൺ. ആ സണ്ണിൽ നിന്ന് ഒരു ലൈറ്റ് റേ വരികയാണ്. അതുപോലെ ഒരു ഒബ്ജക്റ്റിൽ നിന്ന് അല്ലെങ്കിൽ ഒരു സോഴ്സിൽ നിന്ന് വരുന്ന ലൈറ്റ് റേനെ നമ്മൾ ഇൻസിഡന്റ് റേ എന്നാണ് പറയുന്നത്. അപ്പൊ ആ ഇൻസിഡന്റ് റേ ഒരു ഒബ്ജക്റ്റിൽ വന്ന് തട്ടുകയാണ്, അതായത് ആ ഒരു ലീഫിൽ വന്ന് തട്ടുകയാണ്. ആ ലീഫിൽ വന്ന് തട്ടി തിരിച്ച് നമ്മുടെ കണ്ണിലോട്ട് വരുമ്പോഴാണ് നമ്മൾ കാണുന്നത്, നമുക്ക് ആ ഒരു ലീഫ് അവിടെ ഉണ്ട് എന്നുള്ളത് സംഭവം നമ്മൾ കാണുന്നത് നമ്മുടെ കണ്ണിലോട്ട് ആ ലൈറ്റ് വന്ന് തട്ടുമ്പോഴാണ്. ഓക്കെ, ഇനി അടുത്ത് ചോദിക്കുന്നത് ഈ ലൈറ്റിന്റെ പാത്ത് എന്താ എന്നുള്ളതാണ്. ഓക്കെ, അതായത് ഈ ലൈറ്റ് സ്ട്രെയിറ്റ് ആയിട്ട് മാത്രമേ പാസ് ചെയ്യുള്ളൂ, അപ്പം റിഫ്ലക്ഷൻ മാത്രമേ നടക്കുകയുള്ളൂ, മറ്റൊരു ഒബ്ജക്റ്റിന്റെ അകത്തൂടെ ലൈറ്റ് പോകുമോ എന്നുള്ള സംഭവങ്ങളാണ് നിങ്ങൾക്ക് അടുത്തതായിട്ട് പഠിക്കാനുള്ളത്. ഓക്കെ, അതായത് പാത്ത് ഓഫ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ ലൈറ്റ് ട്രാവൽസ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ ഇൻ എ സിംഗിൾ മീഡിയം. അതാണ് നിങ്ങൾ ആദ്യം പഠിക്കുന്ന മെയിൻ ആയിട്ടുള്ള ഒരു പോയിന്റ് അതാണ്. അതായത് ലൈറ്റ് എന്ന് പറയുന്ന സംഭവം ഒരു മീഡിയത്തിൽ കൂടെ മാത്രമാണ് പോകുന്നതെങ്കിൽ അത് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഈ ഒരു മീഡിയം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പം നമ്മുടെ ഈ ചുറ്റുപാട് നോക്കിയ എയർ ആണ് അല്ലേ? എയർ ആണ്. നമ്മൾ സ്പേസിലോട്ട് പോകുമ്പോൾ എന്താണ്? വാക്യൂമാണ്. ഇതുപോലെയുള്ള എയർ മാത്രമാണെങ്കിൽ ലൈറ്റ് എന്തായിരിക്കും? സ്ട്രെയിറ്റ് ആയിരിക്കും. അതായത് ലൈറ്റ് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. അതിനൊരു ബെൻഡിങ്ങോ അതിന് ഒരു തരത്തിലുള്ള ചരിവോ വ്യത്യസ്തമോ ഒന്നും സംഭവിക്കുകയില്ല അല്ലേ? ഓക്കെ, ഇതിപ്പം ഞാൻ എയർ മാത്രം പറഞ്ഞു. അടുത്തിനി വെള്ളത്തിൽ കൂടെ, വാട്ടറിൽ കൂടെ മാത്രമാണ് ലൈറ്റ് പാസ് ചെയ്ത് പോകുന്നതെങ്കിൽ അതെന്താണ്? അതിന് ഒരു തരത്തിലുള്ള ബെൻഡിങ്ങും സംഭവിക്കില്ല. അതുപോലെ തന്നെ നമ്മളിപ്പം ഗ്ലാസ്സിലൂടെയാണ് കടത്തി വിടുന്നതെങ്കിൽ അതിനെന്താണ്? ഒരു തരത്തിലുള്ള ബെൻഡിങ്ങും നടക്കില്ല. അതായത് ഒരു മീഡിയത്തിൽ കൂടെ മാത്രമാണ്, അതായത് എയർ ആണോ വാട്ടർ ആണോ ഗ്ലാസ് ആണോ ഏതെങ്കിലും ഒരു മീഡിയത്തിൽ കൂടെ മാത്രമാണ് ലൈറ്റ് പാസ് ചെയ്യുന്നതെങ്കിൽ അതെന്തായിരിക്കും? സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഓക്കെ, അതാണ് നിങ്ങൾക്ക് ആദ്യം പഠിക്കാനുള്ളത്. ലൈറ്റ് ട്രാവൽസ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ ഇൻ എ സിംഗിൾ മീഡിയം. ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലോട്ട് ലൈറ്റ് പാസ് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലോട്ട് ലൈറ്റ് ചരിഞ്ഞ രീതിയിൽ ആണ് പോകുന്നതെങ്കിൽ ആ ഇൻസിഡന്റ് റേ ഒബ്ലിക്വലി ചരിഞ്ഞ രീതിയിൽ ആ ഒരു സർഫസ് കണ്ടോ, വാട്ടറിന്റെ എയറിന്റെ സെപ്പറേഷൻ ഉള്ള സർഫസ്, ആ സർഫസിന്റെ അവിടെ കണ്ടോ, ആ ഇൻസിഡന്റ് റേ വന്ന് പതിക്കുന്നത് ഒരു ചരിഞ്ഞ രീതിയിലാണ്. ആ ചരിഞ്ഞ രീതിയിലാണ് വന്ന് പതിക്കുന്നതെങ്കിൽ ലൈറ്റ് നമ്മൾ വിചാരിക്കുന്ന പോലെ എന്താ? സ്ട്രെയിറ്റ് ആയിട്ട് പോകത്തില്ല. ഓക്കെ, അതിന്റെ അകത്തൂടെ പോകുമ്പോഴത്തേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് പോകത്തില്ല. അതിന് ഒരു ബെൻഡ് സംഭവിക്കും. ലൈറ്റ്സ് ബെൻഡ് when it passes obliquely from one medium to another. ഈ ഒബ്ലിക്വലി എന്ന് വെച്ചാൽ ഒന്നുമില്ല, അതായത് ലൈറ്റ് ചരിഞ്ഞ രീതിയിലാണ് വരുന്നത് എന്നത് മാത്രമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലോട്ട് 90 ഡിഗ്രി പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഒരു സർഫസിലോട്ട് കയറുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? അവിടെ വീണ്ടും ലൈറ്റ് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ പോകും. അവിടെ ഒരു ചരിവോ വളവോ തിരിവോ ഒന്നും സംഭവിക്കില്ല. ഓക്കെ, അപ്പൊ നമ്മൾ 3 കാര്യം പഠിച്ചു. ഒരു സിംഗിൾ മീഡിയത്തിൽ കൂടെ മാത്രമാണ് ലൈറ്റ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ അത് സ്ട്രെയിറ്റ് ആയിരിക്കും. ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലോട്ട് ലൈറ്റ് ചരിഞ്ഞ രീതിയിൽ അല്ലെങ്കിൽ ഒബ്ലിക്വലി ആണ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ അതെന്ത് ചെയ്യും? ബെൻഡ് ചെയ്യും. അത് മാത്രമല്ല, ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലോട്ട് അത് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ലൈറ്റ് പോകുന്നതെങ്കിൽ അത് എന്ത് ചെയ്യില്ല? ഡീവിയേറ്റ് ചെയ്യില്ല. അത് അവിടെ എങ്ങനെയായിരിക്കും പോകുന്നത്? സ്ട്രെയിറ്റ് ആയിട്ടായിരിക്കും പോകുന്നത്. ഇതൊന്ന് നോക്കിയേ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എക്സ്പെരിമെന്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു സംഭവമാണ്. നേരത്തെ പറഞ്ഞ സെയിം സംഭവം നിങ്ങൾക്ക് ഒരു എക്സ്പെരിമെന്റ് ആയിട്ട് നമുക്ക് കാണാം. ഓക്കെ, നോക്കിയേ, ഒരു ടോർച്ച് അല്ലെങ്കിൽ ഒരു ലേസർ ലൈറ്റ് നമ്മൾ അക്വേറിയത്തിലോട്ട് അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ലാബിൽ നിറച്ച് വെള്ളം വെച്ചുകൊണ്ട് നമ്മൾ ഇങ്ങനെ അടിക്കുകയാണ്. അടിച്ചു നോക്കുമ്പോഴത്തേക്കാണ് കാണുന്നത് നമ്മൾ ചരിഞ്ഞ രീതിയിലാണ്, നേരത്തെ പറഞ്ഞ ഒബ്ലിക്വലി ചരിഞ്ഞ രീതിയിൽ അടിച്ചു നോക്കുമ്പോഴാണ് കാണുന്നത്
ആ ഒരു വാട്ടറിന്റെ ലെവലിന് ശേഷം അങ്ങോട്ട് ഒരു ബെൻഡിങ് സംഭവിക്കുന്നു. ആ വാട്ടറിന്റെ ലെവലിലോട്ട് ഒരു ബെൻഡിങ് സംഭവിക്കുന്നു. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലോട്ട് പെർപെൻഡിക്കുലർ ആയിട്ട് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചില്ല? അത് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ പോവുകയും ചെയ്തു. അതിനൊരു ചരിവോ വളവോ തിരിവോ ഒന്നും സംഭവിച്ചില്ല. അപ്പൊ നിങ്ങൾ ആലോചിക്കുന്നുണ്ടായിരിക്കും ഈ ലൈറ്റ് എന്തായിരിക്കും ഇത് ഇങ്ങനെ പോകുന്നത്? ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലോട്ട് പോകുമ്പോൾ അതിന്റെ സ്ട്രെയിറ്റ് ലൈൻ അല്ലാതെ അതിന് ഒരു ചരിവ് വരുന്നു, ബെൻഡ് വരുന്നു എന്നൊക്കെ പറഞ്ഞില്ലേ? ആദ്യം സംശയം എന്താ ഇവിടത്തെ ഈ കുട്ടിക്കും തോന്നിയാണ്. അപ്പൊ അതിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഒരു എക്സാമ്പിൾ വെച്ചപ്പോ നമുക്ക് പറയാം. ഈ എക്സാമ്പിൾ ഒന്ന് നോക്കിയേ മക്കളെ. സ്മൂത്ത് സർഫസ് തന്നിട്ടുണ്ട്, റഫ് സർഫസ് തന്നിട്ടുണ്ട്. അപ്പൊ സ്മൂത്ത് ആയിട്ടുള്ള സർഫസിന് എങ്ങനെയായിരിക്കും കാർ പോകാൻ സാധിക്കുക? സ്മൂത്ത് ആയിട്ട് സ്പീഡ് ആയിട്ട് നല്ല വേഗതയിൽ പോകാൻ സാധിക്കും അല്ലേ? പക്ഷെ റഫ് സർഫസിൽ അങ്ങനെ പോകണമെന്നുണ്ടോ? ഇല്ല. അതിന്റെ സ്പീഡ് എന്ത് ചെയ്യും? കുറയും. അതേ ഒരു സംഭവം തന്നെയാണ് ലൈറ്റിന്റെ കാര്യത്തിലും ഇവിടെ സംഭവിക്കുന്നത്. The speed of light is different in mediums. The change in speed of light causes the change in the direction of the ray of light when it passes from medium to another. ഒന്നുമില്ല, ഒരു മീഡിയത്തിന് ഉള്ള സ്പീഡ് ഓഫ് ലൈറ്റ് അല്ല മറ്റൊരു മീഡിയത്തിനുള്ളത്. അതായത് എയറിനുള്ള സ്പീഡ് ഓഫ് ലൈറ്റ് അല്ല വാട്ടറിനുള്ളത്, വാട്ടറിനുള്ളതല്ല വാക്യൂത്തിനുള്ളത്, അങ്ങനെ വ്യത്യസ്ത തരത്തിലാണ്. ഓക്കെ, അതുപോലെ അപ്പം എയറിൽ നിന്ന് വാട്ടറിലോട്ട് വരുമ്പം ആ ഒരു സ്പീഡിന്റെ ഡിഫറൻസ് വരില്ലേ? അതായത് എയറിനുള്ള സ്പീഡ് അല്ലല്ലോ വാട്ടറിനുള്ളത്. അപ്പൊ ആ ഒരു സ്പീഡിന് ചേഞ്ച് വരും. ആ ചേഞ്ച് കൊണ്ട് മാത്രമാണ് ആ ലൈറ്റ് എന്ത് ചെയ്യുന്നത്? സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്നതിന് പകരം ഡീവിയേറ്റ് ചെയ്യുന്നത്. അതായത് സ്പീഡ് ഓഫ് ലൈറ്റിന്റെ ചേഞ്ച് കാരണമാണ് ആ റേക്ക് ഒരു ഡീവിയേഷൻ സംഭവിക്കുന്നത്. അതാണ് ഇതിലെ മെയിൻ പോയിന്റ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഓരോ മീഡിയത്തിനും വ്യത്യസ്ത സ്പീഡ് ഓഫ് ലൈറ്റ്? എന്തുകൊണ്ട് എല്ലാ മീഡിയത്തിനും ഒരേ സ്പീഡ് ഓഫ് ലൈറ്റ് ആയിക്കൂടാ? അതിന്റെ ഒരേ ഒരു ഉത്തരമാണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറയുന്ന സംഭവം. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ദ എബിലിറ്റി ഓഫ് എ മീഡിയം ടു ഇൻഫ്ലുവൻസ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് ത്രൂ ദ മീഡിയം ഈസ് ഇറ്റ്സ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. അതായത് ഒരു മീഡിയത്തിന്റെ സ്പീഡ് ഓഫ് ലൈറ്റിനെ കുറയ്ക്കാനോ കൂട്ടാനോ സാധിക്കുന്ന ഒരു മീഡിയത്തിന്റെ കഴിവിനെയാണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി സ്പീഡ് ഓഫ് ലൈറ്റും എങ്ങനെയൊക്കെ വേരി ചെയ്യുന്നു നമുക്ക് നോക്കണ്ടേ? ദ സ്പീഡ് ഓഫ് ലൈറ്റ് വിൽ ബി ലോവർ ഇൻ എ മീഡിയം ഓഫ് ഹയർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. ഒപ്റ്റിക്കലി ഡെൻസർ ആയിട്ടുള്ള മീഡിയം, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയ മീഡിയത്തിന് സ്പീഡ് ഓഫ് ലൈറ്റ് എന്ത് ചെയ്യും? കുറയും. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയ മീഡിയത്തിന് സ്പീഡ് ഓഫ് ലൈറ്റ് കുറയും. അപ്പോൾ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറവുള്ള മീഡിയത്തിന് എങ്ങനെയായിരിക്കും? സ്പീഡ് ഓഫ് ലൈറ്റ് കൂടുതലായിരിക്കും. അപ്പൊ നോക്കിയേ, ടേബിൾ കാണാം. എയറിന്റേത് തന്നിട്ടുണ്ട്, വാട്ടറിന്റേത്, ഗ്ലാസിന്റെ, ഡയമണ്ടിന്റെ എല്ലാത്തിനും സ്പീഡ് ഓഫ് ലൈറ്റ് തന്നിട്ടില്ലേ? അപ്പം ഈ സ്പീഡ് ഓഫ് ലൈറ്റ് തന്നിട്ടുള്ളൂ. അപ്പം നമുക്ക് എന്തായാലും ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കണ്ടുപിടിച്ചൂടെ? അതായത് ഏതിനാണോ സ്പീഡ് കുറവ് അതിന് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്തായിരിക്കും? കൂടുതലായിരിക്കില്ലേ? അപ്പം ഇതിൽ ഏതായിരിക്കും ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതൽ? ഡയമണ്ടിന് ഏറ്റവും കുറവ് സ്പീഡാണ് അല്ലെ? ഈ സ്പീഡ് ഓഫ് ലൈറ്റിൽ ഇവിടെ ഉള്ളതിൽ വെച്ച് ഏറ്റവും കുറവ് സ്പീഡ് ഉള്ളത് ഡയമണ്ടിനാണ്. അപ്പൊ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ആർക്കായിരിക്കും കൂടുതൽ? ഡയമണ്ടിനായിരിക്കും. എയറിന് ലൈറ്റിന്റെ സ്പീഡ് ഏറ്റവും മാക്സിമം ആണ് അല്ലെ? ഈ ടേബിളിലുള്ളതിൽ ഏറ്റവും മാക്സിമം ആയിട്ടുള്ളത് എയറിനാണ്. അപ്പം ഇതിൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എയറിന് എങ്ങനെയായിരിക്കും? കുറവായിരിക്കില്ലേ? ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുമ്പോൾ സ്പീഡ് ഓഫ് ലൈറ്റ് കുറയും, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറയുമ്പോൾ സ്പീഡ് ഓഫ് ലൈറ്റ് കൂടും. അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളതാണ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. റിഫ്രാക്ഷൻ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. When a ray of light enters obliquely from one medium to another of different optical densities, it undergoes a deviation at the surface of separation of the medium. This phenomena is known as refraction. അതായത് നേരത്തെ പറഞ്ഞ സെയിം സംഭവം നമ്മൾ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി, സ്പീഡ് ഓഫ് ലൈറ്റ് എല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് പറയുന്ന ഒരു സംഭവമാണ് റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ. അതായത് ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലോട്ട്, അതായത് ഡെൻസർ മീഡിയത്തിൽ നിന്നോ റെയറർ മീഡിയത്തിൽ നിന്നോ ഡെൻസിറ്റിയുടെ വ്യത്യാസമുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസമുള്ള ഏതെങ്കിലും രണ്ട് മീഡിയത്തിൽ നിന്ന് ഒരു ലൈറ്റ് ട്രാവൽ ചെയ്ത് മറ്റൊരു സൈഡിലോട്ട് പോവുകയാണെങ്കിൽ ആ ഒരു ലൈറ്റ് എങ്ങനെ പോവില്ല? സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് പോകത്തില്ല. ആ ലൈൻ എങ്ങനെ പോകും? ബെൻഡ് ചെയ്തേ പോകത്തുള്ളൂ. പിന്നെ ഒരു റേ ഓഫ് ലൈറ്റ് ഒബ്ലിക്വലി ചരിഞ്ഞ രീതിയിൽ ഫ്രം വൺ മീഡിയം ടു അനദർ ഓഫ് ഡിഫറെന്റ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി, അതായത് ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയുടെ വ്യത്യാസമുള്ള രണ്ട് മീഡിയത്തിലോട്ടാണ് പോകുന്നതെങ്കിൽ, അതായത് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറവുള്ളതിൽ നിന്ന് കൂടുതലോട്ടോ കൂടുതലിൽ നിന്ന് കുറവിലോട്ടോ പോവുകയാണെങ്കിൽ അത് എങ്ങനെ പോവില്ല? അതിന് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് പോകാൻ പറ്റില്ല. അതിന് ഒരു ഡീവിയേഷൻ സംഭവിക്കും. ഡീവിയേഷൻ സംഭവിക്കുന്നത് എവിടം വെച്ചായിരിക്കും? ആ ഒരു രണ്ട് മീഡിയം ഇല്ലേ, ആ രണ്ട് മീഡിയത്തിന്റെ സെപ്പറേഷൻ ഇല്ലേ, ഇവിടെ ഈ ഡയഗ്രാം നോക്കുമ്പോൾ നമുക്ക് കറക്റ്റ് മനസ്സിലാവും ആ മീഡിയത്തിന്റെ സെപ്പറേഷൻ എവിടെ വെച്ചാണ്. അവിടെ വെച്ച് മാത്രം എന്ത് ചെയ്യും? ആ ലൈറ്റിന് ഒരു ബെൻഡ് സംഭവിക്കും. ആ ലൈറ്റ് എന്ത് ചെയ്യും? ഡീവിയേറ്റ് ചെയ്യും. ഓക്കെ, റിഫ്രാക്ഷൻ ഇത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത് ഇതിനെ റിയൽ ലൈഫ് എക്സ്പെരിമെന്റ് ആയിട്ട് നമുക്ക് കുറച്ച് സംഭവങ്ങൾ പറയാൻ സാധിക്കും. ഓക്കെ, ഒരു ഗ്ലാസ്സിൽ നമ്മൾ ഒരു പെൻസിൽ എടുത്ത് ഇടുകയാണ്. അപ്പോഴത്തേക്കും ഒരു കുഴപ്പമില്ല, നോർമലാണ്. പക്ഷെ അതിന്റെ കൂടെ നമ്മൾ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് നോക്കുമ്പോൾ ആ പെൻസിൽ ഒടിഞ്ഞു കിടക്കുന്നതായിട്ട് തോന്നും. പക്ഷെ ആ പെൻസിൽ എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ഒടിഞ്ഞതായിട്ടാണ് നമ്മൾ കാണുന്നത്? അല്ല.
അവിടെ മെയിൻ ആയിട്ട് നടക്കുന്ന പ്രോസസ് റിഫ്രാക്ഷൻ ആണ്. അതിന്റെ ലൈറ്റ് രണ്ട് സെപ്പറേറ്റ് മീഡിയത്തിലോട്ട് പോകുന്നത് കൊണ്ട് അവിടെ എന്ത് സംഭവിച്ചു? ലൈറ്റിന് ബെൻഡ് സംഭവിച്ചു. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ കാണുമ്പോൾ അത് പെൻസിൽ ഒടിഞ്ഞതായിട്ട് നമുക്ക് തോന്നുന്നത്. ഓക്കെ, ഇതാണ് റിയൽ ലൈഫിൽ നമുക്ക് ടെക്സ്റ്റ് ബുക്കിലുമായിട്ട് തന്നിരിക്കുന്ന ഒരു എക്സാമ്പിൾ. അപ്പോൾ നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് പറയാനുള്ളത് ഫൈൻഡ് ടു റിയൽ ലൈഫ് എക്സാമ്പിൾസ് ഓഫ് റിഫ്രാക്ഷൻ. അതായത് റിഫ്രാക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ ഡെയിലി ജീവിതത്തിൽ നിങ്ങൾ കാണുന്ന പലതിലും റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞ ഒരു പ്രക്രിയ നടക്കുന്നുണ്ട്. അതുപോലത്തുള്ള പ്രോസസ്സ് നടക്കുന്നത് ജസ്റ്റ് ഒന്ന് കണ്ടുപിടിച്ച് കമന്റിൽ ഇടുക. ഓക്കെ, അപ്പൊ മക്കളെ, ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇനി അടുത്ത പാർട്ടുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും.